പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേൽ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം നിരവധി കരാറുകളിലും ഒപ്പിട്ടു. ഗസയിൽ US മുമ്പോട്ട് വെച്ച സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. അതിനിടെ ഗസയിൽ ഇന്നും 2 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി അബ്ബാസ് അഹമ്മദ് ഉണ്ട്. അബ്ബാസ്, പശ്ചിമേഷ്യയിലെ വലിയ സംഘർഷങ്ങൾക്കിടെയാണ് മോദിയുടെ ഇസ്രായേൽ സന്ദർശനം. ഇപ്പോൾ പ്രധാനമായും എന്തൊക്കെ കരാറിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുള്ളത്? ഹരിഗോവിന്ദ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാനമായിട്ടുള്ള സന്ദർശനമാണ് ഇസ്രായേൽ പൂർത്തിയായത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പരമ്പരാഗതമായി ഇന്ത്യ കൈക്കൊണ്ട ഫലസ്തീൻ അനുകൂല നിലപാടിൽ നിന്ന് ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അന്താരാഷ്ട്ര മാധ്യമങ്ങളും നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇസ്രായേലിലേക്കുള്ള ഒരു ചായ്വ് ഇന്ത്യ കൂടുതൽ പ്രകടമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഈ മോദിയുടെ സന്ദർശനം പ്രസക്തമാകുന്നതും. ഇന്ന് 16 കരാറുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ ഭരണകൂടവും തമ്മിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിൽ 11 പ്രഖ്യാപനങ്ങൾ വന്നു. പ്രധാനമായിട്ടും സുരക്ഷ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ കണക്ട്, ഇത്തരം ഈ മേഖലകളിലെല്ലാം, അതുപോലെ പ്രധാനമായിട്ടും കൃഷി, ഈ മേഖലകളിലെല്ലാമുള്ള വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളുടെയും നേതൃത്വങ്ങൾ ഒപ്പിട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനും ഇന്നൊവേഷനും അതുപോലെ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിക് പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാർഷിക മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ഇന്ത്യയും ഇസ്രായേലും തീരുമാനിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയെന്നോണം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിൽ അനുവദിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. അതുപോലെ തന്നെയാണ് സൈബർ സെക്യൂരിറ്റിയുമായും അതുപോലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ, എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഇസ്രായേലിലെ കൂടി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈൽ വേദ സംവിധാനം ഇന്ത്യ വികസിപ്പിക്കാൻ പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫറിന് ഇരു രാജ്യങ്ങൾ തമ്മിൽ കരാറെത്തുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ സാധ്യതകൾ ഇരു രാജ്യങ്ങളും തേടുന്നു. ഇങ്ങനെയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബൈലേറ്ററൽ ആയിട്ടുള്ള ഉഭയകക്ഷിപരമായിട്ടുള്ള പ്രശ്നമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മറ്റൊരു തലം, ഇതിനൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി എല്ലാ കാലത്തും ഗസക്ക് അനുകൂലമായി, ഫലസ്തീൻ അനുകൂലമായുള്ള നിലപാട് നിലകൊണ്ട രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ